ഹലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്നെൻ്റെ കസിൻ എന്താ പറയുക, അവൾ തിരുവനന്തപുരത്താണ്. അപ്പം അവൾ നാട്ടിലേക്ക് വരുന്നില്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ വരെ വരും. അപ്പം ഒരു കാലിക്കറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, മിക്കിമോളെ അവൾ കണ്ടിട്ടേ ഇല്ല. അപ്പം കാണാൻ വേണ്ടിയിട്ട് 5 കൊല്ലമായിട്ടോ ഞാനും കണ്ടിട്ട്. മമ്മിയുടെ അമ്മ മരിച്ചപ്പോൾ കണ്ടതാണ്. അപ്പം കാണാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പം രാവിലെ വരും, 6 മണി 7 മണി ടൈമിൽ വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പത്തൊട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. വന്നത് 2 മണിക്കാണ് കേട്ടോ, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പം ഞങ്ങൾ മിക്കിമോൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ അവളുടെ പുറകെ നടക്കുന്നതാണ് കേട്ടോ. അവൾ മുടി കെട്ടുന്നില്ല. അവൾക്ക് ഈ ഹെയർ ആക്സസറീസൊക്കെ വാങ്ങിയിട്ട് അത് അതേപോലെ ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും കുത്തില്ല ഒന്നും. അപ്പോൾ അവൾ കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഏകദേശം ചീകിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നൊന്ന് ചീകി, പിന്നെ റൂമിൽ വന്ന് ടി വി ഒക്കെ വെച്ച് കൊടുത്ത് ചീകി കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പൊന്നുവിനോട്. അപ്പം ഇതാ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേനയായോ? അത് ചെടയുണ്ട്, ചെടയൊക്കെ കളയട്ടെ. ഉണ്ടോ ഒരു കാറ് വന്നു മോനെ. എന്താ നല്ല രസമോ? അമ്മ വാങ്ങിയതാ മിക്കിമോക്ക് കുത്തിത്തരാൻ അമ്മ വാങ്ങിയതാ. കുത്തിത്തരാൻ ബാ, കുത്തിത്തരാടി ബാ. അവളത് കുത്താൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവളുടെ ഓരോ കളികളാണ്. 2 കാലും അകത്തി വെച്ച് അവൾക്ക് ഓരോരോ കളികളുണ്ട് കേട്ടോ. അവള് ഈ പാവക്കുട്ടി അങ്ങനത്തെ കളികളെക്കാളും കൂടുതൽ കളിക്കുക ഇങ്ങനെ എന്താ പറയുക, ഗുസ്തി, എന്താ മേത്ത് കൂടി മറിയുക, തലകുത്തി മറിയുക, അങ്ങനത്തെ കൂടി കളികളാണ് കേട്ടോ. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചാ ചെയ്തേ. അപ്പം മോള് കുത്തട്ടെ, ഇപ്പൊ കുത്തിയാലല്ലേ. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഇതാ അപ്പ കിടന്നുറങ്ങി. ഡാഡു അപ്പുറത്ത് ഉറങ്ങാൻ കിടക്കണു. മിക്കിമോൾ ഉറങ്ങിപ്പോയി. ഞാൻ കുറേ നേരം ഉറങ്ങാതെ പിടിച്ചിരുത്തി. കാരണം അവർ വേഗം വന്നാൽ അവരൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അവളെ കാണാൻ വേണ്ടി വരികയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉറക്കാതെയൊക്കെ ഇരുത്തി. ലാസ്റ്റ് അവൾ ഉറങ്ങിപ്പോയി, അവളുടെ പിടി വിട്ടു പോയി. പിന്നെ അവൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ മാത്രം ഉറങ്ങിയൊന്നുമില്ല. അങ്ങനെ അവർ വന്നു കേട്ടോ. പറഞ്ഞതാണേ, പക്ഷെ അവർക്ക് പനിയുണ്ട്. ഇത് കണ്ടാ മിക്കിനോടെ ബോളി കൊണ്ടുവരും. മിക്കിന്ന് കരയുമ്പോ പറയുന്ന അവക്ക് ബോളി എന്ന് പറഞ്ഞാൽ ബോളാന്ന് വണ്ടിക്കാണ് കുഴപ്പമില്ല. ഇല്ലടി ട്രെയിനാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ലേ, പറഞ്ഞില്ലായിരുന്നോ? മുട്ടായി കൊണ്ടുവരാതെ മുട്ടായി കിട്ടിയപ്പോ അത് വേണ്ട. നീ എന്നെ ഫോക്കസ് ചെയ്തൊന്നും എടുത്തളയല്ലേ, അവളെ ഫോക്കസ് ചെയ്യും. അടുത്ത് വെക്കണ്ടോ നോക്കണം കേട്ടോ. നിന്നെ കടി വെച്ചാ പിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അമ്മച്ചി വെച്ചപ്പോ ഇല്ലല്ലോ, കടിയില്ല. അത്യാവശ്യം കടിയുണ്ടോ? ഇത്ര ഇല്ലല്ലേ? എനിക്കും ഇല്ല. നിനക്കില്ല, എത്ര കടിയില്ലായിരുന്നു? കയറുണ്ടോ? പേടിപ്പിക്കാൻ വേണ്ടിട്ട് അവർക്ക് പൊളിക്കട്ടോ. ഇത് ആന്റിയുടെ ഉണ്ടോ? പറഞ്ഞല്ലേ
ചേട്ടായി അടി കയ്യിൽ വെച്ചോട്ടോ. പറ്റൂടി നീ എത്ര വാങ്ങിയേ? പറ്റുമോ അവർക്കിത്? പറ്റായൊന്നുമില്ല, വലുതാണ്. ആണോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനി നോക്കട്ടെ, ഇത് എത്ര ഒരേ കളറാ? ജീൻസാ പല മോഡലാ. എന്നാ ഒരേ കളർ അല്ലാത്തത് ഇത് ഡാഡൂസിനാണേ. ആ എനിക്ക് നോക്ക്. തൊപ്പി അതൊക്കെ കാണുള്ളൂ. മുടി കെട്ടിക്കൊടുക്കാൻ കാലത്തിൽ ഞാനിന്ന് കളത്ത കളി കിടിയുന്നുണ്ട്. അല്ലേ? ഷഡ്ഡി ഒടിച്ചാണോ? ഷഡ്ഡിയല്ല, ഉണ്ടോ? കൊച്ചിന് വലുതാവുമെങ്കിലേ ഉള്ളു. വലുതാവുമെങ്കിലേ ഉള്ളു, കുഴപ്പമില്ല. 2 വയസ്സിന്റെ അടി. ഇത് ഭാഗം, ഇത് ഭാഗമായിരിക്കും. അയ്യോ ഇതാ നോക്ക്, ഇത് നോക്ക്. എത്ര ഉടുപ്പാ മിക്കുമോളെ, ഇനി ഉടുപ്പ് വാങ്ങണ്ട. തോമ്പായിരിക്കും അല്ല അല്ല അല്ല, ഇത് വീട്ടിൽ ഇടാനായിട്ടേ. വീട്ടിലെ നല്ലല്ലേ? നല്ലതാണ്. നല്ലതാണല്ലോ. ഞാൻ ഇത് മൂത്തും മറ്റേ നിക്കറും ഇതൊക്കെ എടുത്ത് വെക്കാം. ഇതൊക്കെ വലുതാ. ഈ മറ്റേ വലുതാണല്ലേ? ചെറുതാവൂലല്ലോ. ഇപ്പൊ തന്നെ പറയാം കേട്ടോ. മോന്റെ ചെറുതാവോ? ഇല്ല, അവനെ നിക്കറൊക്കെ കണ്ടില്ലേ നിങ്ങളാ? വലുതാവണമെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കെട്ട് സൈസ് വാങ്ങിച്ചത്. അത് ഞാൻ കെട്ടുള്ളതാ വാങ്ങിച്ചത്. എനിക്കറിയില്ല, അവന്റെ വണ്ണം അറിഞ്ഞോളാത്തോണ്ട് എടി. വലുത് ഇറക്കം വരുമല്ലേ ഉള്ളൂ. അപ്പൂനിത് ഭാഗമല്ല. അങ്ങനെ ഡാഡൂസിന്റെ ടീഷർട്ടൊക്കെ നോക്കുക കേട്ടോ, പാകമാവണോന്ന്. അവള് മാക്സിമം ചെറുതാ വാങ്ങി. അവന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവൻ വെയിറ്റ് അത്ര ഇല്ലാത്തതുകൊണ്ട് പാകമാവില്ലായിരുന്നു അങ്ങനെ. പക്ഷെ എന്തുകൊണ്ടാ അത് പാകമായിട്ടോ. ഒരുപാട് വാങ്ങി, ഞാൻ പറഞ്ഞ ഒന്നും വാങ്ങിക്കൊണ്ട് വരരുത്, അവൾ ആദ്യമായിട്ട് മോളെ കാണുകയെന്ന് പറഞ്ഞ് കുറേ ടോപ്പൊക്കെ വാങ്ങി കേട്ടോ. അവൾക്കൊരു മോനാണ് കേട്ടോ. മോനെ കൂട്ടിയിട്ടില്ല കേട്ടോ. അവളും ഹസ്ബൻഡും പിന്നെ ഫ്രണ്ടും ഹസ്ബൻഡും ആണ് കേട്ടോ വന്നത്. കളയല്ലേ മോളെ. എടി നൈസായിട്ട് തുടങ്ങി. എന്താ കൊതുകുണ്ടാവും. എന്താണ് പുല്ലല്ലേ നിറയെ. ഇവിടെ വണ്ടി കയറത്തില്ലല്ലേ? ആ അതിന് കൊറേ കളിച്ചതാ കിട്ടാൻ. ഞാൻ കാണാണ്ടൊക്കെ അടി കുത്തുന്നേ. കൊള്ളാലോ. അവള് കാർട്ടൂണിലെ ഭാഷയാ അത്. കാർട്ടൂണിലെ ഭാഷയാ. കൊള്ളാലോ. വണ്ടി വരുന്നു ഒഴിഞ്ഞു. വണ്ടി ഉണ്ടല്ലോ, ഇതാ നമ്മുടെ വണ്ടി. ലൈവായിട്ട് തരുന്ന അപ്പു കാണുമോടി വ്ളോഗ്? കാർ ഇവിടുന്ന് വാടകയ്ക്ക് എടുത്താന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ട. തിരുവനന്തപുരത്ത് പോവാന്ന് പറ. നാളെ വരാം. രാവിലെ ഇനി അടുത്ത അയ്യോ, അമ്മേനെ ഇട്ടിട്ട് പോവാണോ? അടുത്ത മാസത്തിൽ കാണാം. അമ്മേനെ ഇട്ടിട്ട് പോവല്ലേ മോളെ? ചക്കര മോളല്ലേ, പോവല്ലേ? അമ്മയോട് പോണില്ല. അവരങ്ങ് ഇവിടെ ഒന്നും അല്ല. അല്ല കുഴപ്പമില്ല, ഞാൻ പൊട്ടിച്ചു കേട്ടോ. തിരുവനന്തപുരത്ത് ഇവിടെ ഒന്നും അല്ല. അതല്ലേ പറഞ്ഞ എടാ പോവാന്ന്. നീ എടാന്ന് വിളിച്ചാ അവളെ എടാന്ന് വിളിക്കും.
എന്നാ നമുക്ക് പോവാ. നമ്മള് പോണെന്ന് പറ. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ പോവാ ടാറ്റ. ഞങ്ങൾ പോവാട്ടോ. പിന്നെ നമുക്ക് പിടിച്ചാ കിട്ടിയ തിരുവനന്തപുരത്ത് പോകേണ്ടി വരും. അതേ നിർത്തി ഇല്ല, ഞാൻ എവിടെ കൊണ്ടുപോയി തിരിക്കാനാ? നാട്ടെ തിരിക്കാം. ഇവിടെയൊക്കെ അല്ലേ കൊണ്ട് നിർത്തുക. പൊന്നും വാ. അവര് വരല്ലെന്ന്. വണ്ടിയുടെ ഈ സാധനമൊക്കെ അവൻ കാണും. എല്ലാം കഴിഞ്ഞു നിങ്ങളെ പൊക്കോടി പൊക്കോ. നമുക്ക് പോവാട്ടോ, ആന്റി വീട്ടിൽ പോകാം. വരണേ എന്നോട് പറയടി. പോട്ടെ, ടാറ്റ. ഒന്നുമില്ല, മറന്നു പോയടി. അവിടെ നിക്കേ. ഇനി ആർക്കും മുന്നേ അകത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അവര് പോകുവാണ് കേട്ടോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം കണ്ട സന്തോഷമുണ്ട്. ഞങ്ങൾ അങ്ങനെ സെയിം ഏജ് ആണ് കേട്ടോ. അവൾ എൻ്റെ ഒരു വയസ്സിന് ഇളയതാണ്, മമ്മിയുടെ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ അവർ കുറേ കാലമായി ട്രിവാൻഡ്രത്ത്. അങ്ങനെ സന്തോഷമായിട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരുമിച്ചായിരുന്നു, വെക്കേഷൻസൊക്കെ മമ്മിയുടെ വീട്ടിൽ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഒരാളല്ല പക്ഷെ ഞങ്ങളുടെ സെറ്റിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, മമ്മിയുടെ ആങ്ങളയുടെ മോള്. അവളിപ്പം കാലിക്കറ്റ് തന്നെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൾ ഒരുപാട് ബോളി, പിന്നെ എന്താ അവിടുത്തെ സ്പെഷ്യൽ എന്താ കരിപ്പെട്ടി, അങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടു തന്നു കേട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ബൈ ബൈ.